അങ്ങനെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം അച്ഛൻ വിളിയില്ല, അച്ഛനെ കാണുന്നില്ല, തനിക്ക് തന്നോട് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യുവ നടി റിനി ആൻ ജോർജ് രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ശ്രീനാദേവി കുഞ്ഞമ്മ റിനി ആൻ ജോർജുമായിട്ട് ബന്ധപ്പെട്ട രാത്രി 12 മണിയുടെ സീക്രട്ട് ചാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയതിന് ശേഷം പിന്നെ പൊത്തിൽ കയറി ഒളിച്ച യുവനടിയെ പിന്നെ കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ എന്തായാലും യുവനടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ വിളിയില്ല, പഴയതുപോലെ അച്ഛൻ എന്നോട് സ്നേഹമില്ല, പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിരിക്കുന്ന റിനി ജോർജിനെയാണ് നമ്മളിവിടെ കാണുന്നത്. എന്തായാലും ആ മുഖത്ത് ചുങ്ങിയ ഒരു തേഞ്ഞൊരു ഒരു ചിരി തന്നെ ആ മുഖത്തുണ്ട്. തേങ്ങയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. അതിന് മുമ്പ് അതിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കാം. രാഹുൽ മാങ്കൂട്ടം ഒരു പ്രവർത്തകൻ്റെ ഫോട്ടോ, അയാൾ മത്സരിക്കാൻ നിൽക്കുന്ന സമയത്തൊരു പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പം ഇവിടെ രാഹുൽ MLA ആയിട്ട് പാലക്കാട് മത്സരിക്കുന്ന സമയത്ത് രാഹുലിന് വേണ്ടിയിട്ട് ഈ പ്രവർത്തകൻ, ഇപ്പം ഈ പോസ്റ്ററിനകത്ത് കാണുന്ന വ്യക്തി രാഹുലിന് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിക്കാൻ നടന്ന വ്യക്തിയാണ്. ആ വ്യക്തി മത്സരിക്കാൻ നിൽക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കുന്ന ഒരു MLA ആണ് നിങ്ങൾ കാണുന്നത്. ഇതുപോലെ എത്ര MLA നിങ്ങൾക്ക് കേരളത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അതാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞൊരു വ്യക്തി. അപ്പോൾ എന്തായാലും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഇനിയും രാഹുലിന് വരാൻ അവസരമുണ്ട്, ചാൻസ് ഉണ്ട്, സ്വതന്ത്രനായിട്ട് നിൽക്കാനെ കൊണ്ട് ചാൻസ് ഉണ്ട്. പാലക്കാടിൽ രാഹുലിന് സീറ്റ് കൊടുക്കാതെ മനഃപൂർവ്വം രാഹുലിനെ കരുവാക്കിയ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ മുതിർന്ന നേതാക്കൾ, ഒരു 3-4 കള്ളക്കിഴവന്മാർ, ഇവരെയൊക്കെ മുമ്പിൽ തലയുയർത്തി തന്നെ സ്വതന്ത്രനായിട്ട് നിൽക്കാനുള്ള സമയം ഇനിയുണ്ട്. അത് രാഹുൽ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. അപ്പോൾ എന്തായാലും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് എല്ലാവരും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. അങ്ങനെ റിനി ആൻ ജോർജ് അച്ഛനെ തിരക്കി രംഗത്തിറങ്ങിയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റിനി ആൻ ജോർജിൻ്റെ ഒരു വീഡിയോ, ചെറിയ ബൈറ്റ് ഞാൻ കാണാനായിട്ട് ഉണ്ടായി. അപ്പോൾ അതിനകത്ത് എന്തായാലും പുള്ളിക്കാരിക്ക് ഭയങ്കര ചുങ്ങള ഒരു നമ്മൾ പറയുമല്ലോ, ഒരു ചമ്മിപ്പോയെന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ചിരിയുണ്ട്. കാരണം യുവനടി വിചാരിച്ചെന്താണെന്നറിയോ, രാഹുലിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞാലും അടുത്ത ഇലക്ഷന് പാലക്കാട് സീറ്റ് നൽകും എന്നുള്ളൊരു ഇതായിപ്പോയി. പക്ഷേ അച്ഛനെ പോലെ ഇരിക്കുന്ന സതീശനല്ലേ ആള്. സതീശൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ഇരട്ടത്താപ്പും സതീശൻ്റെ കുതിയാൽ വെട്ടലും യുവനടിക്ക് ഇപ്പോഴാണ് പിടികിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും യുവനടിയുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. യുവനടിക്ക് പറയാനുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. അതിനുശേഷം യുവനടിക്ക് പറയാനുള്ളതിന് ശേഷം ഞാൻ രാഹുലിൻ്റെ ഒരു കന്നിപ്രസംഗത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ ഈ വീഡിയോയിൽ വയ്ക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. രാഹുലിൻ്റെ നിയമസഭയിലേക്കുള്ള കന്നിപ്രസംഗം. അന്നേ പല ആളുകളും, ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ആളുകളും ഭരണപക്ഷത്തുള്ള ആളുകളും രാഹുലിനെ പേടിച്ചിരുന്നു, ഭയന്നിരുന്നു. അന്നേ പല ആളുകളും വിചാരിച്ച് അടുത്ത നിയമസഭയിൽ രാഹുലിനെ കൊണ്ടുവരരുത്, വന്നു കഴിഞ്ഞാൽ കാരണം അത് പലർക്കും ഉള്ളൊരു അടിയാവുമെന്ന് അന്നേ പല ആളുകളും പേടിച്ചിരുന്നു. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, രാഹുൽ അവിടെ 96 പേരെയും അവിടെ ഇരുത്തി രാഹുലുണ്ടല്ലോ വെള്ളം കുടിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. നിയമസഭയിലെ ആ കന്നിപ്രസംഗം അത്രയ്ക്കും വിറപ്പിച്ചൊരു പ്രസംഗമായിരുന്നു. ഇതിനൊക്കെ ശേഷം ലാസ്റ്റ് ഒന്ന് വെച്ച് തരാം. നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പം എന്തായാലും റിനി ആൻ ജോർജിന് പറയാനുള്ളത്, അച്ഛനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ റിനി പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. കുറച്ച് നാളുകളായിട്ടൊരു റൂമർ ഉണ്ടായിരുന്നു, റിനി ചിലപ്പോൾ മത്സരിക്കാമെന്നൊക്കെ. അല്ലല്ല, അത് നമ്മൾ വി ഡി സതീശൻ സാറിനെ വിളിച്ചില്ല. വിനി ഇവിടെ ഒരു കോളിലൊക്കെ തന്നെ സൃഷ്ടിച്ച ഒരാളല്ലേ, അറിയില്ലേ? സാധാരണക്കാർക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ. ഒരു പാർട്ടിയിൽ ഒരാളെ ടെർമിനേഷൻ വരെ സംഭവിച്ചു. അതിനെ കുറിച്ച് അറിയില്ല. ഒരുപാട് പരമ്പരകൾ വരെ തുടങ്ങി. അതെ, ഒരുപാട് അന്വേഷണ പരമ്പരകൾ, പല കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം, പല തുറന്നുപറച്ചിലുകൾ, പലർക്കും പ്രചോദനമായി. പല സമയത്തും റിനിയാണ് പ്രചോദനം നൽകിയത് എല്ലാവർക്കും തുറന്ന് സംസാരിക്കാനൊക്കെ. പിന്നെ അതിനുശേഷം ത്വരിതരാ കേസ് അദ്ദേഹത്തിന്റെ പുറകിലേക്ക് വന്നു. അല്ല, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കട്ടെ. അതാണ് ഇപ്പം അച്ഛനെ വിളിയില്ല, അല്ലെങ്കിൽ മോൾ അച്ഛനെയും വിളിയില്ല, ഒന്നുമില്ല. എന്തല്ലേ ഒരു സമയത്ത് എന്തുവായിരുന്നു, എൻ്റെ മോളെ പോലെയാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനെ പോലെയാണ്. കേക്ക് മുറിക്കുന്നു, വായി വെച്ച് കൊടുക്കുന്നു, ബർത്ത്ഡേ ആഘോഷിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞിട്ടുള്ള വി ഡി സതീശൻ
സ്വന്തം മകളുടെ ബർത്ത്ഡേ പോലും ആഘോഷിക്കുന്ന ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ആ ഫോട്ടോ പോലും നമ്മൾ ഇന്ന് വരെ പോസ്റ്റ് ചെയ്യുന്ന പേജിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷേ റിനിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ റിനിയെ ഇറക്കി രാഹുലിനെ പൂട്ടാനെ കൊണ്ട് ആദ്യം കളിച്ച കളിയെല്ലാം നമ്മൾ കണ്ടതാണ്. ഇൻ്റർവ്യൂവിനകത്ത് കേസ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടിട്ടിട്ട് അതിനൊക്കെ ശേഷം പിന്നെ റിനി എന്താണ് പറഞ്ഞത്, എനിക്കറിയത്തില്ല, എനിക്ക് അന്ന് ഇവർ ദൂരാനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ് ഇവർ പിന്നെ പരാതിപ്പെടാനോ ഒന്നിനും പോയില്ല. അങ്ങനെ ഒരു ആരോപണം കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയുടെ തലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നൈസായിട്ട് ആരോ എഴുതി കൊടുത്ത തിരക്കഥയുടെ ഭാഗമായിട്ട്, ആരോ എന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നേ ഉള്ളൂ. അന്ന് ഈ റിനിയുമായിട്ട് വിഷയത്തിൽ ഈ പറഞ്ഞിട്ടുള്ള വി ഡി സതീശൻ എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത്, എൻ്റെ മകളെപ്പോലെ ഞാൻ കാണുന്ന ആ പെൺകുട്ടിക്ക് ഇങ്ങനൊരു ദുരനുഭവം വന്നെങ്കിൽ ഞാൻ 24 മണിക്കൂറിനകം അതിനെതിരെ നടപടി എടുത്തിട്ടുണ്ട്, അയാളെ ഞാൻ പുറത്താക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ വി ഡി സതീശൻ നമുക്കൊന്നും മറക്കാൻ പറ്റത്തില്ല. രാഹുലിൻ്റെ വിഷയത്തിൽ എത്രത്തോളം ഇവർ ഈ വി ഡി സതീശനായിക്കോട്ടെ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ രാഹുലിൻ്റെ വിഷയം മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് അയാളെ കാര്യം എനിക്കറിയത്തില്ല, അയാളിപ്പോൾ പാർട്ടിയിലില്ലല്ലോ എന്നൊക്കെയുള്ള മറുപടിയാണ്, പൊട്ടിത്തെറിച്ചാണ് സംസാരിക്കണം. അത്രമാത്രം ഇവർക്ക് രാഹുലിനോട് ഒരു ദേഷ്യവും രാഹുലിനെ പേടിക്കുന്നുണ്ടെന്ന് നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാമായിരുന്നു. കാരണം രാഹുൽ എന്നൊരു വ്യക്തി ഈ പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ ഇവരെക്കാലൊക്കെ മുകളിൽ കയറി പോകുമെന്ന നല്ല ബോധ്യം ഇവർക്കുണ്ട്. നാളെ സാറേ എന്ന് വിളിക്കേണ്ട ഒരു അവസ്ഥ വരുമെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് മുളയിലെ നുള്ളിക്കളയാൻ ഇവർ തിരഞ്ഞെടുത്ത ഈ ഒരു വഴി. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ കേസ് ഇട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, രമേശ് ചെന്നിത്തലയൊക്കെ ഉമ്മൻചാണ്ടിയെ വെട്ടി വീഴ്ത്താനെ കൊണ്ട് നടത്തിയ പരിപാടികളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ഇനി വി ഡി സതീശൻ്റെ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. അന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിനിയുടെ ഈ ഒരു പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് വി ഡി സതീശൻ പറഞ്ഞ വാക്കുകൾ അത് ഞാൻ ഒന്നും കൂടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, ചോദിച്ചിട്ടില്ല. അല്ല, നമ്മൾ അറിയണ്ടേ? നമ്മൾ അറിഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചു, ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ ഇടപെടും. പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ, താങ്കളുടെ ചോദ്യത്തിൽ ഞാൻ പറയാം, എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ചെയ്യുന്ന ആളല്ല, ഒരു വിട്ടുവീഴ്ച. പിന്നെ പ്രോത്സാഹിപ്പിക്കൽ, രാഷ്ട്രീയത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, കോൺഗ്രസിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, ഞാൻ അവർക്ക് സപ്പോർട്ടും കൊടുക്കാറുണ്ട്. അവരെല്ലാം മിടുമിടുക്കന്മാരായിട്ടുള്ള പയ്യന്മാരാണ്, നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ ആ തെറ്റിന്റെ ഗൗരവം പരിശോധിച്ച് നമ്മൾ നടപടിയെടുക്കും. അത് നമ്മൾ ചെയ്യും. അല്ലെന്ന് ഇപ്പോഴല്ലേ ഗൗരവത്തോടു കൂടിയുള്ള പരാതി വരുന്നത്. ഗൗരവത്തോടു കൂടിയ ഒരു പരാതി ഇപ്പോഴല്ലേ വരുന്നത്. ഇന്നാണ് വരുന്നത് യഥാർത്ഥത്തിൽ. അത് അവർക്കൊരു മെസ്സേജ് ഞാനത് പറഞ്ഞു കഴിഞ്ഞു. നീ വീണ്ടും ആവർത്തിച്ച് പറയാൻ 3 പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഒരേ ചോദ്യത്തിന് 3 പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു. അല്ലല്ല, സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നത് അവരവരുടെ കഴിവനുസരിച്ച് അവരവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നതാണ്. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചാണ്. നമുക്ക് വല്ലതും പറയാം. കാര്യമൊന്നുമില്ല, അത് പാർട്ടി അന്വേഷിച്ച് അതിലൊരു തെറ്റുമില്ലെന്ന് കണ്ടുപിടിച്ചു. അല്ലെന്നേ, അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളോട് പറയണ്ട. ഞാൻ ചോദിക്കട്ടെ, അത് നിങ്ങളുടെ ഭാഷ, അതിന് ഞാൻ മറുപടിയില്ല. ഞാൻ ചോദിക്കുന്നത്, ആ കുട്ടി ഇന്നലെ നിങ്ങളെല്ലാവരും തല കുത്തി ചോദിച്ചല്ലോ, നിങ്ങളെല്ലാവരും അല്ല, ചില ചാനലുകൾ, അതായത് എന്നെ പറ്റി എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചല്ലോ. ആ കുട്ടിയുടെ നിന്ന് ആ കുട്ടി എന്താ മറുപടി പറഞ്ഞത്? എന്നെക്കുറിച്ച് എന്താ മറുപടി പറഞ്ഞത്? എൻ്റെ പിതാവിന് തുല്യനാണ്, ഞാൻ അതുപോലെയാണ് കാണുന്നതെന്നാ. നിങ്ങൾക്കൊന്നും കിട്ടിയില്ല. നിങ്ങൾ ആ കുട്ടിയെ ഒരു ഇരയാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇത് മാത്രം പോരായിരുന്നു. നിങ്ങൾക്ക് പലർക്കും ഞാൻ കൂടിയായിരുന്നു ടാർഗറ്റ്. നിങ്ങൾക്ക് ഇന്നലെ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഞാൻ കൂടിയായിരുന്നു ടാർഗറ്റ്. ഇയാൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല, ഇയാൾക്ക് മറുപടി ഇല്ല. കാരണം ഇയാൾ വെറുതെ എന്തോ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ കണ്ടല്ലോ, ഇതിലെ മറ്റേ സിനിമയിൽ ബാല പറയുന്നുണ്ടല്ലോ, ഞാനും ഉണ്ണി മുകുന്ദനൊക്കെ ഒരു ബെൽറ്റാന്ന് പറയുന്ന പോലെ ഇവരൊക്കെ ഒരു ബെൽറ്റാണ്. ആരാന്നറിയോ? രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, റിനി ആൻഡ് ജോർജ്, എം.എ. ഷഹനാസ്, രാജൻ ജോസഫ്, പിന്നെ വേറെ ആരാ, പിന്നെ ഇതിനകത്തുള്ള ഇവരൊക്കെ ഒരു ബെൽറ്റാണ്. ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാനെ കൊണ്ടുള്ള പരിപാടി, പൂട്ടാനെ തകർത്ത് രാഷ്ട്രീയം തകർക്കാനുള്ള, പുള്ളിയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് പുള്ളിയുടെ ആ ഒരു ഭാവി
നശിപ്പിക്കാനെ കൊണ്ട് ഇവരുണ്ടാക്കിയെടുത്തൊരു തിരക്കഥയാണ്. നല്ല രീതിയിൽ ഇവരൊക്കെ ഒരു ബെൽറ്റായിട്ടാണ് ഇതിനകത്ത് പ്രവർത്തിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഇനി റിനിക്ക് പറയാനുള്ള ബാക്കി കാര്യങ്ങളൊന്ന് കേട്ട് നോക്കാം. അല്ല ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കട്ടെ, അതാണ് ന്യൂസ് ഒന്ന് ജസ്റ്റ് കണ്ടാൽ മതി. ഞാൻ നൈറ്റിന്റെ ആളാണ്. ഡേ ടൈം കുറഞ്ഞു, നൈറ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് നടക്കണം. അങ്ങനെ വയ്യ വയ്യ ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. ഞാനൊരു പ്രോഗ്രാമിന്റെ തിരക്കിലായിരുന്നു. വേദാന്ത സിനിമ ഫിക്സ് ആയിട്ടില്ല. പറയാം. ഓക്കെ, ഇന്ന് എന്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ചെയ്യുന്നത്? ഇന്ന് എന്തിനെ കുറിച്ച് സംസാരിക്കാനാണ്? ഏത് സെഷൻ നൈറ്റ് ലൈഫിന്റെ ഈ നൈറ്റ് ലൈഫിൽ ഇപ്പോൾ കൂടെ സംസാരിക്കാൻ രഞ്ജിനി ചേച്ചിയൊക്കെയാണ് കൂടെ ഉള്ളത്. സോ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ കൊച്ചി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് എന്താണ്, മൊമെന്റ്സ് എന്തൊക്കെയാണ്? നൈറ്റ് ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നൈറ്റിന്റെ ആളാണ്. ഡേ ടൈം കുറഞ്ഞു, നൈറ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് നടക്കണം. അങ്ങനെ DJs പാർട്ടീസ് ഭയങ്കര ഞങ്ങളുടെ എവിടേക്കോ ഇഷ്ടമാണ്. കുറച്ച് റീൽസ് എവിടേക്കോ ഫോട്ടോസ് കണ്ടിരുന്നു എന്ന് തോന്നുന്നു. അമ്യൂസ്മെന്റ് പാർക്കാന്ന് തോന്നുന്നു. അമ്യൂസ്മെന്റ് പാർക്കാണ്. അല്ല അടിച്ചുപൊളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ആരെന്ത് ചോദിച്ചാലും പറയുന്നത് എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലല്ലോ, എനിക്കൊന്നും അറിയത്തില്ലെന്നാണ് ഇവരിപ്പോഴും പറയുന്നത്. ഒരു ഉളുപ്പും ഒരു നാണവും മാനവും ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം എന്നുള്ളൊരു പേര് പറ. അതാണ് അതാണ് ചങ്കൂറ്റെന്ന് പറഞ്ഞാൽ. ഇനിയും നിങ്ങളെന്തിനാ ആ പേര് പറയാതിരിക്കുന്നത്? ആ വ്യക്തിയുടെ പേര് നിങ്ങളൊന്ന് പറഞ്ഞ് എന്താ പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? പേടി. അപ്പോൾ പേടി. പിന്നെ നൈറ്റ് ലൈഫിൻ്റെ, എനിക്ക് നൈറ്റ് ലൈഫാണ് ഇഷ്ടം. നമ്മൾ കണ്ടാണല്ലോ ശ്രീനിവാദേവി കുഞ്ഞമ്മ വെളിപ്പെടുത്തിയ നൈറ്റ് ലൈഫിൻ്റെ കാര്യം. നൈറ്റ് 12 മണിക്ക് സീക്രട്ട് ചാറ്റിന് വരുമോ എന്ന് ചോദിക്കുന്നത്. അതിനൊക്കെ ശേഷമാണ് പിന്നെ ഇവരെ കണ്ടം വഴി ഓടിയത്. പിന്നെ ഇവരെ ഇതുവരെ കണ്ടിട്ടില്ല. ഇവർക്ക് നല്ലപോലെ മനസ്സിലായി ഇനി കൂടുതൽ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ നാറി ചമ്മി നാണം കെട്ട് ഊപ്പാട് വരുന്ന അതെല്ലാം ബോധ്യമുള്ളതുകൊണ്ടാണ് അന്ന് പോയി മാളത്തി വിളിച്ചത്. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. യുവനടി ഇപ്പോഴാണ് രംഗപ്രവേശനം ചെയ്യുന്നത്. യുവനടിക്ക് എനിക്ക് തോന്നുന്നു വി ഡി സതീശൻ നല്ലൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുലിനെ പുറത്ത് ചാടിക്കാൻ സഹായിച്ചു കഴിഞ്ഞാൽ, രാഹുലിനെ ഈ പാർട്ടിയിൽ നിന്നും പുറത്ത് ചാടിക്കാൻ സഹായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാലക്കാട് സീറ്റ് നൽകാമെന്ന് എനിക്ക് തോന്നുന്നു ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരിക്കാം. അവസാനം എന്താണ്, വീഡിയോയുടെ കാര്യമാണല്ലോ, നുണ പറയാനും അതുപോലെ കുതുകാൽ വെട്ടാനുമാണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം യുവനടിക്ക് പിന്നെ ആയിരിക്കും ബോധ്യപ്പെട്ടത്. അവസാനം യുവനടിയെയും മാറ്റിയിട്ട് അവസാനം പിഷാരടിക്ക് കൊണ്ടുവച്ച് സീറ്റ് കൊടുത്ത്. അതാണ് ഏറ്റവും വലിയ കോമഡി. 8 നിലയിൽ പൊട്ടും പിഷാരടി, അതിനകത്ത് യാതൊരു ഡൗട്ട്സും ഇല്ല. ഇനി ഞാൻ അടുത്തൊരു വീഡിയോ വെച്ച് തരാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കന്നി പ്രസംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ഒരു പക്ഷേ ഇയാളെ ആളുകൾ ഭയക്കുന്നുണ്ടെങ്കിൽ ഇയാളെ ഈ ഒരു പ്രസംഗം കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇയാളെ ഈ ഒരു പ്രസ്ഥാനത്തിനുള്ള ആളുകൾ തന്നെ ഭയക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിനെതിരെ നിൽക്കുന്ന ഇപ്പോൾ ഭരണപക്ഷമായിക്കോട്ടെ, ഇപ്പോൾ BJP, ഇവരൊക്കെ ഭയക്കുന്നത് എന്താണെന്ന് ഈ രാഹുലിൻ്റെ ഈ ഒരു പ്രസംഗത്തിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. കാരണം എല്ലാത്തിനെയും പൊളിച്ചടുക്കി എല്ലാത്തിനെയും തുറന്ന് കയ്യിലടുക്കി തരുന്നൊരു കാഴ്ചയാണ് ഈ ഒരു കന്നി പ്രസംഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അതാണ് രാഹുൽ മാങ്കൂട്ടം. ഈ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി ഈ ഒരു പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിനുള്ള ആളുകൾക്ക് മടിയാണ്. കാരണം ആ ഒരു പ്രസ്ഥാനത്തിലുള്ള ആളുകളെക്കാളും കൂടുതൽ ജനപിന്തുണ കിട്ടും ആ ഒരു പ്രസ്ഥാനത്തിനുള്ള ഇപ്പോൾ ലീഡേഴ്സ് എന്ന് വിളിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അവരെക്കാളും മുകളിലോട്ട് രാഹുൽ കയറി പോകുമെന്നുള്ള പേര് അവർക്കുണ്ട്. പിന്നെ ഭരണപക്ഷമാണെങ്കിൽ ഭരണപക്ഷത്ത് നടക്കുന്ന കള്ളത്തരങ്ങളും കൊള്ളരുതായ്മകളും എല്ലാം പൊളിച്ച് അടുക്കി രാഹുൽ കൈ തരും എന്നുള്ളൊരു പേടി അവർക്കും ഉണ്ട്. അപ്പം ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് എങ്ങനെയെങ്കിലും രാഹുലിനെ പുറത്താക്കാൻ, അത് ഭരണപക്ഷം രാഹുലിനെ പുറത്താക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിന് കൂട്ടുനിന്നത് ഈ പ്രതിപക്ഷമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രതിപക്ഷമാണ് അതിനുള്ള എല്ലാ ഹെൽപ്പും സഹായവും എല്ലാം ചെയ്തു കൊടുത്തത്. പ്രതിപക്ഷം തന്നെയാണ്, അതിനകത്ത് യാതൊരു ഡൗട്ട്സും ഇല്ല. അല്ലെങ്കിൽ എന്തുകൊണ്ട് രാഹുലിനെ ഇപ്പം ഇപ്പം ഗണേഷ് കുമാറിൻ്റെ ഒരു കേസ് വന്നു. ഗണേഷ് കുമാർ രാജിവെച്ചു, പാർട്ടി പുറത്താക്കിയില്ല. അപ്പോൾ രാഹുലിനെയും ഒരു അവസരം കൊടുത്ത് തിരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ഇവരത് ചെയ്യുന്നില്ല? അപ്പോൾ ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകളുടെ വാശി തന്നെയാണ് രാഹുൽ ഈ പ്രസ്ഥാനത്ത് വേണ്ട എന്നുള്ളൊരു വാശി അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു കന്നി പ്രസംഗത്തിൻ്റെ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകേ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം. അമ്മാതിരി പൊളി പ്രസംഗമാണ്, സ്പീച്ചാണ് രാഹുലിൻ്റെ. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് മലയാളിക്ക് ഒരു പ്രധാനമന്ത്രി നഷ്ടമായത്. കപ്പിനും ലിപ്പിനുമിടയിൽ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമായ ആ വിജയരാഘവൻ ഇന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും തെറിവിളിച്ച് നടക്കരുത് സാർ.
നിങ്ങൾ പരാജയപ്പെട്ടതിന് ഉത്തരവാദിത്തം ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സാർ, ഈ നാട്ടിലെ ക്രിസ്ത്യാനികളും ഈ നാട്ടിലെ ഹിന്ദുക്കളും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാം നിങ്ങൾക്കെതിരാണ് സാർ. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചത് വെരുത്തനെന്നാണ് സാർ. കാസർഗോഡ് മത്സരിച്ച് കണ്ണൂരുകാരനായ AK ഗോപാലൻ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ വെരുത്തനല്ല സാർ. കണ്ണൂരുകാരനായ ശ്രീ EK നായനാർ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ അദ്ദേഹം വെരുത്തനല്ല സാർ. ഇനിയും നിങ്ങൾ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി ഗ്രൂപ്പിസത്തൊക്കെയാണല്ലോ സംസാരിച്ചത്. നിങ്ങൾ മാരാരിക്കുളത്ത് മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയ ശ്രീ VS അച്യുതാനന്ദൻ പാലക്കാട് വരുമ്പോൾ അദ്ദേഹം വെരുത്തനല്ല സാർ. മലപ്പുറംകാരനായ EMS നമ്പൂതിരിപ്പാട് പാലക്കാട് മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹം വെരുത്തനല്ല സാർ. ഇനി എന്നെ വെരുത്തനെന്ന് വെച്ചതാരാ? ശ്രീ AK ബാലൻ. കോഴിക്കോട് നാദാപുരംകാരനായ ശ്രീ AK ബാലൻ ഒറ്റപ്പാലത്തും കുഴൽമന്നത്തും തരൂരും മത്സരിച്ച ആ ബാലേട്ടനാണ് എന്നെ വെരുത്തനെന്ന് വിളിച്ചത്. ആ ബാലേട്ടന്റെ ശബ്ദം കോറസ് കൊടുത്തതാരാണ്? ശ്രീ K സുരേന്ദ്രൻ. കോഴിക്കോടുകാരൻ അദ്ദേഹം ഇനി മത്സരിക്കാൻ കേരളത്തിൽ ഒരു ജില്ലയും ബാക്കിയില്ല സാർ. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ CPM ജില്ലാ സമ്മേളനത്തിലെ നിങ്ങളൊരു പരാമർശം എന്നെ ഏറെ വേദനിപ്പിച്ചു. ആ പരാമർശത്തിൽ നിങ്ങൾ പറഞ്ഞത് ശ്രീ A റഹീമിനെ രാജ്യസഭ മെമ്പറാക്കിയത് ഒരു തെറ്റായ ഒരു പ്രയോജനമില്ല എന്ന. ദയവ് ചെയ്ത് അങ്ങടെ വിട്ടിട്ട് ആ പരാമർശം പിൻവലിക്കണം. A റഹീമിനെ രാജ്യസഭ മെമ്പറാക്കിയത് നിങ്ങൾക്ക് പ്രയോജനമില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രയോജനമാണ് സാർ. അദ്ദേഹം പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ആദ്യത്തെ ആഴ്ച എത്താത്തപ്പോൾ എനിക്ക് വലിയ നിരാശ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ആഴ്ച അദ്ദേഹം എത്തിയത് കൊണ്ടാണ് തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും വടകരയ്ക്കും ശേഷം പാലക്കാടും ജോറായി മാറിയത്. ശ്രീ റഹീമിനെ പറ്റി ഞാൻ പറയാനുള്ള കാരണം വെഞ്ഞാറമ്മൂട് ഇരട്ട കൊലപാതകം ശ്രീ റഹീം ആയിരുന്നല്ലോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ്. അതിന്റെ പുതിയ കണ്ടെത്തൽ വന്നിട്ടുണ്ടല്ലോ സാർ. പാതി പ്രതിയായി സാർ. എന്താ സാർ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ലാത്തത്? നിങ്ങളുടെ 2 സഹപ്രവർത്തകരല്ലേ ഹക്കും മിഥിലാജും? ആ ഹക്കിനെ മിഥിലാജിനെ കൊന്ന കേസിലെ പ്രതികളാരാണ് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കണ്ടേ? ഞങ്ങളുടെ 2 സഹപ്രവർത്തകർ ശരത് ലാലിന്റെ വേഷം കൊല്ലപ്പെട്ടപ്പോൾ അതിനകത്ത് പ്രതികളായ CPM നേതാക്കന്മാർ അവരുടെയൊക്കെ വീട്ടിൽ കല്യാണവും മരണവും അടക്കമുള്ള വിശേഷം ഉണ്ടാകുമ്പോൾ പോലും പുറത്തിറക്കാത്ത രീതിയിൽ ഞങ്ങൾ ജാഗ്രതയോടുകൂടി നിയമ പോരാട്ടം നടത്തിയവരാണ്. ആ അഭിമാനബോധത്തോടു കൂടിയിട്ടാണ് സാർ പറയുന്നത്. ഈ പാലക്കാട്ടെ പറ്റി പറയുമ്പോൾ ഒരു തുള്ളി വെള്ളത്തിന് പൊന്നും വില കൊടുക്കുന്ന പാലക്കാടൻ ജനത, ആ പാലക്കാടൻ ജനതയ്ക്ക് അവിടെ ജലചൂഷണത്തിന് വേണ്ടി ഒയാസിസ് എന്ന് പറഞ്ഞൊരു കമ്പനി പറഞ്ഞിരിക്കുകയാണ് സാർ. ആ കമ്പനിയെ പറഞ്ഞിരിക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ച പണത്തിന്റെ ഉപകാരസ്മരണയ്ക്ക് വേണ്ടിയിട്ടാണോ? മാനേജിംഗ് ഡയറക്ടർ കള്ളപ്പണ കേസിൽ പ്രതിയായിട്ടുള്ള പഞ്ചാബ് സർക്കാർ നിരോധിച്ച ഡൽഹിയിൽ മദ്യഴിമതിയിൽ പങ്കാളിയായ ആ കമ്പനിയെ പറ്റി ഇറക്കിയിരിക്കുന്ന ഉത്തരവൊന്ന് വായിച്ചു നോക്കണം സാർ. ആ കമ്പനിയെ പറ്റി പാടിപ്പോറ്റുന്ന ശ്രീ MP രാജേഷിനെ കാണുമ്പോൾ ശ്രീ പിണറായി വിജയന് പൂവരണി നമ്പൂതിരി പോലെയാണ് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് ശ്രീ MP രാജേഷ് എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സാർ. പറഞ്ഞത് ഒയാസിസിനെ കൊണ്ടുവന്ന് ബ്രൂവറി തുടങ്ങുന്നത് കാർഷിക മേഖല മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനിയും തൊട്ടുണ്ടാണ് സാർ ഞങ്ങൾ പാലക്കാട് നെൽപ്പാടത്ത് വെള്ളത്തിന് വരെ കള്ളൊഴിച്ചാൽ മതിയോ സാർ? ഈ പാലക്കാട്ടെ കർഷകരോട് നിങ്ങൾക്ക് ആഭിമുഖ്യമുണ്ട് എങ്കിൽ പാലക്കാട് കാർഷിക പാക്കേജ് നടപ്പാക്കണം സാർ. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള നിങ്ങൾ മന്ത്രിമാരടക്കമുള്ള ഭരണപക്ഷ MLA മാരടക്കമുള്ള ആളുകൾ പാലക്കാട് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഒരു പ്രത്യേക ബഡ്ജറ്റ് തന്നെ പാലക്കാട് ആവശ്യമാണ് സാർ. എന്നിട്ട് നിങ്ങൾ എന്താണ് സാർ ചെയ്തത്? പാലക്കാടിന് കാർഷിക ഗ്രാമീണ റോഡുകൾ അനുവദിക്കുമ്പോൾ ഭരണപക്ഷ MLA മാർക്ക് 8 കോടി, പാവപ്പെട്ട പാലക്കാടിന് 4 കോടി മാത്രമേ ഉള്ളൂ സാർ. ഇവിടെ എല്ലാ MLA മാരെയും തുല്യരായി പരിഗണിച്ച ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ് സത്യമായി ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇനിയും ഇന്ന് വന്നിരിക്കുന്ന ഒരു പരാമർശമുണ്ടല്ലോ, ഞാനൊരു കവിത ചൊല്ലുകയാണ്. രോഗദുരിതകാലവും കാലവർഷകെടുതിയും ആയിരങ്ങളെ കവർന്ന നാളിൽ നീ തളർന്നില്ല എന്നാണ് നമ്മുടെ പൂവത്തൂർ ചിത്രസേനൻ ശ്രീ പിണറായി വിജയനെ പറ്റി പറഞ്ഞത്. ശരിയാണ്. തളരാതെ ഇരുന്ന് കൊള്ളയടിച്ചതിന്റെ കണക്കുകൾ CAG റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ പറ്റി പാടിപ്പോഴ്ത്തുവാൻ വേണ്ടി പൂവരണി നമ്പൂതിരിയും പൂവത്തൂർ സതീശനൊക്കെ പൂവത്തൂർ ചിത്രസേനൊക്കെ പറയുന്നത് അദ്ദേഹം കാറ്റിൽ പറക്കുന്ന കഴുകനാണ്, അദ്ദേഹം തീയിൽ പായുന്ന കുതിരയാണ്, അദ്ദേഹം പിന്നെ സൂര്യനാണ്, അദ്ദേഹം കനൽത്തരിയാണ്. എനിക്കൊരു കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാനായിട്ട് ഈ പാടിപ്പോറ്റുന്നവരെല്ലാം അപമാനിക്കുകയാണ്. ഈ പാടിപ്പോറ്റുന്ന ഒരാൾ പോലും ഒരു മനുഷ്യനാണ് എന്ന് പറയുവാൻ എന്താല്ലേ ഫയർ എന്ന് വേണമെങ്കിൽ പറയാം. ഫയർ എന്ന് വെച്ചാൽ ഇതാണ് ഫയർ അല്ലേ. അപ്പം ഇത്രയും ആളുകൾ പേടിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും ആളുകൾ അവിടെ ഇരിക്കുന്ന അത്രയും ആളുകൾ ഭയക്കുന്നുണ്ടെങ്കിൽ അതാണ് രാഹുൽ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.